ഹലോ ഗായ്സ്, അപ്പോൾ ഇപ്പം നമ്മൾ കൊട്ടിയിലേക്ക് പോവാണ്. ഇപ്പോൾ സമയം ഏകദേശം 5:50 ആയിട്ടുണ്ട്. ഒരു 6 മണിക്ക് എൻ്റെ സ്റ്റോപ്പിന് തലശ്ശേരിയേക്ക് ബസ്സുണ്ട്. അതിനുശേഷം അവിടുന്ന് കൊട്ടിയിലേക്ക് ബസ്സിലേട്ടാണ് പോവുക. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം ഗൈസ്, ബൈ. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറേ ആളുണ്ട് കേട്ടോ, ഒരു 8-10 ആളുണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ ഭയങ്കര രസമാണ്. അങ്ങനെ ബസ്സിലൊക്കെ കയറി പാട്ടൊക്കെ കേട്ട് വൈബ് അടിച്ച് 15 മിനിറ്റ് കൊണ്ട് നമ്മൾ തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് തലശ്ശേരി ബസ് സ്റ്റാൻഡ്. ഇനി ഇവിടുന്ന് കൊട്ടിയൂർ ബസ് കയറണം. അപ്പോൾ കുറേ ബസ്സുണ്ട്. പ്രശ്നം എന്താ വെച്ചാൽ ഒരു ബസ് വന്ന് നിർത്തുമ്പോഴേക്ക് ഫുൾ ആൾക്കാർ ഇങ്ങനെ പൊതിഞ്ഞ് സീറ്റൊക്കെ അങ്ങ് പോയി കിട്ടും. അങ്ങനെ ഒരു ബസ് കയറി സീറ്റൊക്കെ കിട്ടി. ഒരു ഉറക്ക് കഴിഞ്ഞ് പകുതി എത്തിയതാണ് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ അവസാനം നമ്മളിതാ കൊട്ടിയൂരപ്പൻ്റെ മണ്ണിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഓടപ്പൂ കാണുമ്പോൾ തന്നെ നമുക്ക് കൊട്ടിയൂരാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ബസ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ അമ്പലത്തിൻ്റെ തൊട്ടിപ്പുറം തന്നെയാണ് ബസ് സ്റ്റാൻഡ്. അപ്പോൾ അവിടെയാണ് ബസ് ഇറക്കുന്നത്. പിന്നെ തലശ്ശേരിയിൽ നിന്ന് നിങ്ങൾ കയറുന്നതാണെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ബസ്സുണ്ട്. ഒരാൾക്ക് 73 രൂപ എങ്ങാനോട്ടാണ് വരുന്നത് ഒരാൾക്ക് ടിക്കറ്റിൻ്റെ പൈസ. അപ്പോൾ നല്ല മഴയും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അമ്പലത്തിലേക്ക് വേഗം പോകാൻ കഴിയും. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിച്ച് ഫോട്ടോ എടുക്കുന്നതാണെന്ന് കരുതി പോസ് ചെയ്ത ടീംസാണ് ഇതൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടാട്ടോ ഉള്ളത്. നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ബസ് ഇറങ്ങിയതിൻ്റെ തൊട്ടിപ്പുറം തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കേണ്ട സ്ഥലം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനി നേരെ ദർശനത്തിനായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ പുഴയൊക്കെ കണ്ടോ? ഈ പുഴക്കൊന്നും പണ്ട് ഇത്ര വെള്ളവും ഉണ്ടായിട്ടില്ല, ആഴവും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പം ഭയങ്കര ആഴമൊക്കെ ഉണ്ട്. അത് കുറച്ച് പേരൊക്കെ ആ സൈഡിൽ നിന്നൊക്കെ അങ്ങനെ കുളിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കുളിക്കാൻ നിന്നിട്ടില്ല കേട്ടോ. നമ്മൾ കാലും മുഖവും എല്ലാം ഒന്ന് കഴുകാമെന്ന് മാത്രം വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഒന്ന് കാലും മുഖമൊക്കെ കഴുകാമെന്ന് വെച്ചിട്ട് ഈ പുഴേൻ്റെ സൈഡിൽ വന്ന് നിന്നിട്ടുണ്ട്. ഇത് ഇവിടെയാണെങ്കിൽ എല്ലാവരും ഈ കല്ല് വരച്ച് ചന്ദനം തൊടുകയാണ്. ഇത് നമുക്ക് ഈ കൊട്ടിയൂരിൽ മാത്രം ഈ ഒരു സംഭവം കാണാൻ കഴിയും. അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചന്ദനമൊക്കെ തൊട്ട് കാലും മുഖമൊക്കെ ഒന്ന് കഴുകി അമ്പലത്തിലേക്ക് പോകണം കേട്ടോ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. രോഹിണി ആരാധനയൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ട്. ക്യൂ നിൽക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ഒരു പാലം മുതലാണ് കേട്ടോ ക്യൂ ആരംഭിക്കുന്നത്. ഇത് നിങ്ങൾ ഈ പുഴേൻ്റെ ഒക്കെ ഒരു അവസ്ഥ നോക്കി, ഭയങ്കര വെള്ളമാണ്. അത്ര കടിയൊഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പുഴയിൽ ഇറങ്ങരുത് തന്നെയാണ് പറഞ്ഞത്. സൈഡിൽ പോലും ഒന്ന് കാല് കഴിക്കാനായാലും മുഖം കഴിക്കാനായാലും ഇറങ്ങരുതെന്നാണ് പറഞ്ഞത്. അപ്പം തന്നെ പോലീസുകാർ വിസിലടിച്ചിട്ട് പറയുന്നുണ്ട് ഇറങ്ങാൻ പാടില്ല എന്നുള്ളത്. എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ഇത് ആ സൈഡിലൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇന്ന് പിന്നെ ഒരുപാട് പൂജയൊക്കെ ഉള്ളതുകൊണ്ട് ക്യൂ ഇത് ഇങ്ങനെ മെല്ലെ അനങ്ങുന്നത്. 1 മണിക്കൂറായിട്ട് നമ്മളിപ്പോൾ ക്യൂവിൽ തന്നെയാണ്. ഭയങ്കര ക്യൂ ആണ്. 1.5 മണിക്കൂറായി ഗൈസ്. 2 മണിക്കൂറായിട്ട്. അവസാനം 2 മണിക്കൂറിൻ്റെ ക്യൂവിന് ശേഷം ഞാൻ ദർശനമൊക്കെ കിട്ടി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞാൻ മാത്രമേ ഇപ്പോൾ ഒറ്റയ്ക്കായിട്ട്, ബാക്കിയുള്ളവരൊക്കെ എവിടെയോ ആണുള്ളത്. ഇനി അവരിപ്പം വിളിച്ചു നോക്കണം. ഞാനപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചു. പിന്നെ ഈ കൊട്ടിയൂരിൻ്റെ ചരിത്രവും ഐതിഹ്യമൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. ഈ കൊട്ടിയൂർ യാഗഭൂമിയാണ്. അങ്ങനെ കുറച്ച് നേരം എനിക്കൊരാളെ കിട്ടി. ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ആനേനെ കണ്ടിട്ട് വരാം. നമ്മൾ ആനേനെ കാണാനാണ് കേട്ടോ പോകുന്നത്. ഇതാണ് മലവൻ ദേവസ്ഥാനം. ഇവിടുത്തെ ഈ ശൂലം കണ്ട അത് നമ്മൾ ഒരു മനസ്സിലൊരു ആഗ്രഹം വിചാരിച്ച് മണ്ണിലേക്ക് കുത്തി വയ്ക്കുകയാണെങ്കിൽ അത് നടക്കും എന്നാണ് കേട്ടോ പറയുന്നത്. നമുക്കിത് ആനേനെ കാണാം. ഇതാണ് തൊടാൻ എനിക്ക് പേടിയാട്ടോ, അതുകൊണ്ട് മാത്രം ഞാൻ തൊടുന്നില്ല ഗൈസ്. അപ്പം നമ്മളിനി ഒരു മുത്തപ്പൻ്റെ ദേവസ്ഥാനമുണ്ട്, അവിടത്തേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ പോയാൽ അതിൽ പ്രസാദമായിട്ട് കിട്ടും. നമ്മൾ ആ അക്കരെ കൊട്ടിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ആ മേലെ കയറി നേരെ പോയാലും 2 മിനിറ്റ് ദൂരമേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ ഒരു ദേവസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പ്രസാദമായിട്ട് കിട്ടുന്നതാണ് ഈ അവിലും തേങ്ങയൊക്കെ. അപ്പോൾ ഇതാ വെണ്ണക്കള്ളം എന്നൊക്കെ പറയുന്ന പോലെ ഇതാണ് തേങ്ങക്കള്ളൻ. തേങ്ങ ഉണ്ട്, അപ്പോൾ കട്ടെടുത്ത് പോകും. ഇത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ ഇക്കരെ കൊട്ടൂരേക്ക് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ അക്കരെ കൊട്ടൂർ പ്രാർത്ഥിച്ചു. ഇനി ഇക്കരെ കൊട്ടൂർ പോയി പിന്നെ ഫുഡ് കഴിച്ച് പിന്നെ വീട്ടിൽ പോകും. തിരിച്ചു പോകുമ്പോൾ ഇത് ഈ ആനകളൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ശീവേലിക്കായിട്ട് കൊണ്ടുപോകുന്നതാണെന്ന് കേട്ടോ വിചാരിച്ചത്. പിന്നെ മനസ്സിലായത് ഇപ്പോൾ ശീവേലിയല്ല, ഉള്ളിൽ വേറെ ചില പൂജകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ആലിംഗന പുഷ്പാഞ്ജലി. രോഹിണി നാളിലെ ഒരു സുപ്രധാന ചടങ്ങാണ് കുറുമാത്തൂർ നായ്ക്കൽ സ്ഥാനികർ നടത്തുന്ന
ആലിംഗന പുഷ്പാഞ്ജലി. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ സതീദേവിയെ നഷ്ടപ്പെട്ട ദേഷ്യത്താലും വേദനയാലും ജ്വലിച്ചു നിൽക്കുന്ന ശിവഭഗവാനെ സാക്ഷാൽ മഹാവിഷ്ണു വന്ന് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ ആദരപൂർവ്വം നമസ്കരിച്ചും അദ്ദേഹത്തിനെ ആലിംഗനം ചെയ്തുകൊണ്ടും സ്വാന്തനിപ്പിക്കുന്ന ഒരു പുരാതന കഥയുണ്ടായിരുന്നു. അപ്പം അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ചടങ്ങാണ് കേട്ടോ ഇത്. പ്രകൃതിയും മനുഷ്യനും ഒരുമിച്ച് ചേരുന്ന ഇടമാണല്ലോ കൊട്ടിയൂർ. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ പൂജയ്ക്ക് ആ ചെണ്ട മുട്ടുന്നതിൻ്റെ താളത്തിലും അതേ ശക്തിയിലുമാണ് മഴ പെയ്യുന്നത്. അത് ഭയങ്കര ഒച്ചയിലും അതേപോലെ വേഗത്തിലും ചെണ്ട മുട്ടുമ്പോൾ അത്ര ശക്തിയായിട്ട് മഴ പെയ്യും. അതിൻ്റെ താളം കുറഞ്ഞ് ഒച്ചയ്ക്ക് കുറഞ്ഞ് വരുമ്പോൾ മഴയും കുറഞ്ഞ് വരും. ഈ ചടങ്ങ് ആരംഭിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടൊരു കാറ്റുണ്ടായിരുന്നു, കൊടുങ്കാറ്റ് വിളിച്ചൊക്കെ കാറ്റ്. അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ ഒരാൾ വന്ന് നമുക്ക് പറഞ്ഞു തരുവാണ് ഈ കാറ്റ് ക്രോധം കൊണ്ട് നിൽക്കുന്ന ശിവഭഗവാന്റെ സാന്നിധ്യം കാണിച്ചു തരുന്നതാണ് കേട്ടോ. പിന്നെ ഗംഗാദേവീൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഈ മഴ പെയ്യുന്നത്. ഈ താളമൊക്കെ ഒന്ന് നിൽക്കുമ്പോൾ കണ്ടോ മഴയിൽ നിന്ന് മെല്ലെ വെയിൽ വന്ന്. അങ്ങനെ അവസാനം ഈ ആലിംഗനം ചെയ്യുന്ന സമയത്താണെങ്കിൽ അത്രയ്ക്ക് മഴയും കാറ്റും അതേപോലെ ഈ ഹരിഗോവിന്ദ എന്നുള്ള ആ നാമം മുഴുവൻ അവിടെ മുഴങ്ങി അവസാനം ഈ പൂജ കഴിയുന്നതോടു കൂടി അമ്പലം ഭയങ്കര ശാന്തമാണ് കേട്ടോ. ഗൈസ് നനന്നെ കുളിച്ചിട്ടുണ്ട് ഗൈസ്. ശരിക്കും ഈറനോടെ തന്നെ കൊട്ടിയൂരപ്പനെ ദർശിക്കണം എന്നുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ പുഴയ്ക്ക് ഭയങ്കര അടിയൊഴുക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുളിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മൾ സാധാരണ കുളിച്ചിട്ടൊക്കെ വന്നിട്ടാണ് കൊട്ടിയൂരപ്പനെ കാണാറ്. അപ്പോൾ കൊട്ടിയൂരപ്പനായിട്ട് തന്നെ മഴയൊക്കെ പെയ്ത് നമ്മളിത് നന്നെ കുളിച്ച് ഈറനോടെ തന്നെ കൊട്ടിയൂരപ്പനെ ദർശിച്ചിട്ടുമുണ്ട്. അപ്പം എല്ലാം ശുഭമായി കാര്യങ്ങൾ. ഇവിടെ അടുത്ത് തന്നെ 4-5 സ്ഥലങ്ങളിൽ അന്നദാനം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അന്നദാനമൊക്കെ കഴിച്ചു. ഇതാണ് അക്കരെ ക്ഷേത്രം. നമ്മൾ ഇവിടെയാണ് ഇപ്പോൾ വന്ന് പ്രാർത്ഥിച്ചത്. ഇനി നമുക്ക് ഇക്കരെ കൊട്ടിയൂരേക്ക് പോകണം. ഈ അക്കരെ കൊട്ടിയൂരിൻ്റെ അത്ര തിരക്കൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാറ്. പിന്നെ അങ്ങനെ ഇതാണ് ഓടപ്പൂവ്. ഈ ഓടപ്പൂവ് എന്ന് വെച്ചാൽ ഇവിടെ വന്നാൽ കൊട്ടിയൂരപ്പനെ പ്രസാദമായിട്ട് കണക്കാക്കുന്നതാണ് ഓടപ്പൂവ്. ഇത് ദക്ഷയാഗവുമായി ബന്ധപ്പെട്ട് ദക്ഷൻ്റെ താടിയായിട്ടും പറയപ്പെടാറുണ്ട്. അങ്ങനെ ഓടപ്പൂവൊക്കെ വാങ്ങി പിന്നെ കുറച്ച് കമ്മലും വളയും അങ്ങനെ കുറച്ച് ഷോപ്പിങ്ങും കൂടി അവിടെ നിന്ന് നടത്തി. ഇനി നമ്മൾ പിന്നെയും നേരെ ബസ് സ്റ്റാൻഡിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് 2 മിനിറ്റ് നടന്നാൽ ബസ് സ്റ്റാൻഡിലെത്തി. ഇങ്ങനെ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് പോവാണ്. പിവൻ എൻ്റെ അനിയനാണ്. പിവൻ ഊക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ വിളിച്ച് കേൾക്കുന്നത്. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ കയറി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ബൈ ഗൈസ്.